അപ്പോൾ വിദ്യാർത്ഥികൾക്കായിട്ട് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് മത്സരം നടക്കുന്നത് ജൂൺ 8-ാം തീയതി ഞായറാഴ്ച രാത്രി 7 മണിക്ക് ആയിരിക്കും. കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്ക് വഴി ക്വിസ് മത്സരത്തിൽ പ്രവേശിക്കാവുന്നതാണ്. പക്ഷേ ലിങ്ക് ഓപ്പൺ ആവുന്നത് ഈ പറഞ്ഞ ജൂൺ 8-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് ആയിരിക്കും. 15 ചോദ്യങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടാവുക. 15 മാർക്കുമായിരിക്കും. ഏറ്റവും വേഗത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം അറിയിക്കാൻ ശ്രദ്ധിക്കുക. വിജയികൾക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളോ ക്യാഷ് പ്രൈസോ ഉണ്ടായിരിക്കുന്നതാണ്. ടെക്സ് ആൻഡ് ക്വിസ് 2025 അപ്ലോഡ് ചെയ്യുന്ന പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും മത്സരത്തിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നന്നായിട്ട് പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഇത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നന്നായിട്ട് കണ്ട് മത്സരത്തിൽ പങ്കെടുക്കാം. 11-ാം തീയതി വിജയികളെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുത്ത് പവർ കാണിക്കാൻ കൂടി ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1500 ലൈക്കാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ് എന്ന് ടൈപ്പ് ചെയ്ത് റെഡ് ഹാർട്ടോട് കൂടിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. ഒന്നാമത്തെ ചോദ്യം, പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 5-ന്. 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്താണ്? ഉത്തരം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഉത്തരം കൊറിയ. 2024 പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? ഉത്തരം ഭൂമി പുനഃസ്ഥാപനം, മരുഭൂമീകരണം, വരൾച്ചാ പ്രതിരോധം അഥവാ ലാൻഡ് റീസ്റ്റോറേഷൻ, ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. ഒരുപാട് മക്കൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റേച്ചൽ കഴ്സൺ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മസനോവു ഫുക്കുവോക്ക. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം എന്നാണ്? ഉത്തരം 1966. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഉത്തരം 10ാമത്. ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം WG റോസൺ. ഓസോൺ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16-ാം തീയതി. WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWFൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം UNDP.
പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം എന്ന്? ഉത്തരം 1992. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരായിരുന്നു? ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം ആന. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം ഗ്രീൻ പീസ് സംഘടന. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം പഞ്ചാബ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ കണ്ടൽക്കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി ദേശീയോദ്യാനം. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രിയുടെ പേര് ഏതാണ്? ഉത്തരം ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ദി ചാരിറ്റബിൾ ബേർഡ് ഹോസ്പിറ്റൽ. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. അടുത്തതായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനുള്ള ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ലഭിക്കാൻ വേണ്ടി പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.